നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 2023-24 സീസണിലെ മോസ്റ്റ് ക്ലീൻ ഷീറ്റ് ഇതുവരെയുള്ള മത്സരങ്ങൾക്ക് ശേഷമുള്ളത് വന്നിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് തന്നെ ഗോൾ കീപ്പറായ അർഷദീപാണ്. FC ഗോവയുടെ ഗോൾ കീപ്പറാണ് അർഷദീപ്. 6 ക്ലീൻ ഷീറ്റാണ് നിലവിൽ താരത്തിൻ്റെ പേരിലുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഒഡീഷ FCയുടെ ഗോൾ കീപ്പറായ അമരീന്ദർ സിംഗ് ആണ്. 12 മത്സരങ്ങളിൽ നിന്ന് 6 ക്ലീൻ ഷീറ്റും. മൂന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ FCയുടെ ഗോൾ കീപ്പറാണ് പ്രശുഭൻ ഗിൽ. 10 മത്സരങ്ങളിൽ നിന്ന് 5 ക്ലീൻ ഷീറ്റും. നാലാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ്. 12 മത്സരങ്ങളിൽ നിന്ന് 5 ക്ലീൻ ഷീറ്റ്. അഞ്ചാം സ്ഥാനത്ത് ലാച്ചൻ പേനയാണ് മുംബൈ സിറ്റി FCയുടെ ഗോൾ കീപ്പറായ. 8 മത്സരങ്ങളിൽ നിന്ന് 4 ക്ലീൻ ഷീറ്റും. TP രഘുനേഷ് ആറാം സ്ഥാനത്താണ്. ജംഷഡ്പൂർ FCയുടെ ഗോൾ കീപ്പറായ TP രഘുനേഷ് 11 മത്സരങ്ങളിൽ നിന്ന് 4 ക്ലീൻ ഷീറ്റും. റൗണ്ട് ക്ലാസ് പഞ്ചാബ് FCയുടെ കിരൺ എന്ന് പറയുന്ന ഗോൾ കീപ്പർ 6 മത്സരങ്ങളിൽ നിന്ന് 2 ക്ലീൻ ഷീറ്റും. ചെന്നൈയിൻ FCയുടെ ഗോൾ കീപ്പറായ ദേവജിത്ത് മജിന്ദർ ആകട്ടെ 9 മത്സരങ്ങളിൽ നിന്ന് 2 ക്ലീൻ ഷീറ്റും. മോഹൻ ബഗാൻ്റെ ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത് ആകട്ടെ 10 മത്സരങ്ങളിൽ നിന്ന് 2 ക്ലീൻ ഷീറ്റും. 10ാം സ്ഥാനത്ത് ബാംഗ്ലൂർ FCയുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധുവാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 2 ക്ലീൻ ഷീറ്റുമാണ് നിലവിലുള്ളത്. എന്തായാലും ബാംഗ്ലൂർ FCയുടെ മോശം പ്രകടനം തന്നെയാണ് നമുക്ക് ഈ ക്ലീൻ ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അതായത് 10ാം സ്ഥാനത്താണ് നിലവിൽ ബാംഗ്ലൂർ FC നിലനിൽക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഗോൾ കീപ്പറാണ് ഗുർപ്രീത് സിംഗ്. എന്നിട്ടും മോശം പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ സൈൻ ചെയ്തു എന്നൊക്കെ നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനിയൊരു പ്രഖ്യാപനം മാത്രം മതി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. എന്തായാലും മുൻ FC ഗോവ താരമായ ഇഗർ ഗുട്ടോക്സിന എന്ന് പറയുന്ന വമ്പൻ വിദേശ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 2 ISL ക്ലബ്ബുകൾ സമീപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ സൈനിങ് നടത്തുമെന്നുമായിരുന്നു നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇഗർ ഗുട്ടോക്സിന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ മികച്ച സൈനിങ് അത് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഗർ ഗുട്ടോക്സിന വരികയാണെങ്കിൽ ഡിമിട്രിയോസ് ഇഗർ കോംബോ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.